ഞാൻ അവിടെ ചെന്ന് സീൻ പറഞ്ഞു തരും. അപ്പൊ രാവിലത്തെ സീനൊന്നും കുഴപ്പമില്ല, ഒരു പൂ തരുന്ന സീനാണ്, അത് നിങ്ങളെല്ലാം കണ്ടു കാണും. ഇയാൾ തന്നെ പറഞ്ഞ് പ്രമോഷൻ കൊടുക്ക്. ഒരു ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോ തൊട്ട് ഇയാൾ മാറ്റി മറിച്ചും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. ഞാൻ എന്ത് സീൻ അടുത്ത് എടുക്കാൻ പോകുന്നത്, ഇയാൾ ഒരു ഡ്രസ്സ് എടുത്ത് തന്നിട്ടുണ്ട്, ഇതാണ് ഇടേണ്ടത്. ഇയാളുടെ വൈഫാണ്. ഇയാളുടെ വൈഫ് വന്നിട്ട് ഓരോന്ന് വീഡിയോ പിടിച്ചോണ്ടിരിക്കും. അപ്പൊ ഞാൻ ചോദിക്കുന്നുണ്ട്, ചേച്ചി എന്തിനാ വീഡിയോ പിടിക്കുന്നത്? ഞാൻ വെറുതെ, എനിക്കിതൊന്നും അറിയത്തില്ല. അപ്പം ഇവരെല്ലാം ഒത്തോണ്ട് ഷെഫീന ബീവി എന്ന് പറയുന്നത്, അതായത് ഈ തെർത്താത്തയ്ക്ക് കൊടുക്കാനുള്ള തെളിവുകളായിരുന്നു ഇതെന്ന് എനിക്ക് മനസ്സിലായി. നമ്മൾ നിഷ്കളങ്കര, നമ്മൾ ആരെ ചതിക്കുന്നില്ല, നമ്മൾ ഒരു ചതിയും ചെയ്യാത്ത ആൾക്കാരാണ്. ഈ സ്ത്രീ പുരുഷനും എന്റെ അടുത്ത് പറഞ്ഞു, ഈ ഡ്രസ്സ്, ഈ കുഞ്ഞു ഡ്രസ്സ്, ഞാൻ ആ ഡ്രസ്സ് നിങ്ങളെ കാണിക്കാം, കുഞ്ഞു ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഇങ്ങനെ എടുക്കണം, പിള്ളേരെ എടുക്കുന്ന പോലെ എന്നെ എടുക്കണം. ഞാൻ പറഞ്ഞു നടക്കത്തില്ല, അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല. അതെന്റെ രേണു. അപ്പൊ ക്യാമറമാൻ എന്നോട് വന്നിട്ട്, അയാളുടെ പേര് എനിക്കതില്ല, പുറകെ നിന്നുള്ള ആംഗിളാണ് വെക്കുന്നത്, രേണുവിന്റെ ഫേസ് മാത്രമേ ഉള്ളൂ, ഇങ്ങനെ തന്നെ എടുക്കണമെന്ന് നിർബന്ധിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു പറ്റത്തില്ല. അപ്പൊ ഈ കള്ള വിപിലാൽ എന്ന് പറയുന്ന ഈ കള്ള തേർഡ് റേറ്റ് അവന്റെ ഭാര്യ പറയാണ് ഞാൻ എടുത്ത് ഡെമോ ചെയ്യാന്ന്. ഞാൻ പറഞ്ഞു നടക്കത്തില്ല ചേച്ചി, എനിക്ക് അങ്ങനെ പറ്റത്തില്ല. അതും പോരാഞ്ഞിട്ട് ഞാൻ, അപ്പം ദാസേട്ടനും പ്രതീഷും ഒക്കെ നിന്നെ ആൽബത്തിൽ എടുക്കുന്നത്. ഞാൻ പറഞ്ഞു എന്നെ അവരെടുക്കുന്നത് ഇങ്ങനെയാണ് എടുക്കുന്നത്, എന്നെ ഒന്നെങ്കിൽ ഇങ്ങനെ എടുക്കുക, അല്ലാതെ ഇങ്ങനെ നമ്മുടെ കാല് കവച്ച് വെച്ച് എനിക്ക് നിങ്ങളുടെ എടുക്കാൻ സമ്മതിച്ചില്ല. കാരണം എനിക്ക് പറ്റൂല, ഒരു ആൽബം ആണ്, സിനിമയാണ്, ഞാൻ ചെയ്യൂല എന്ന് പറഞ്ഞു.